ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പം കർക്കിടക മാസം തീരാൻ പോവാണ്. ഞാനിന്നൊരു പത്തില തോരനാണ് വെക്കാൻ പോകുന്നത്. ഏതൊക്കെ ഇലയാണെന്ന് നിങ്ങളെയും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇത് പൊന്നാരി വീരനാണ്. നമുക്ക് ഇതിൻ്റെ ഇല കുറച്ചെടുക്കാം. അതിൽ നിന്ന് 2 ഇല പിച്ചി എടുക്കുകയാണ്. ഇത് മരച്ചീര എന്ന് പറയും. ഈ മരച്ചീരയുടെ ഇല നല്ലതാണ് തോരൻ വെക്കാൻ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ശാഖകൾ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ 2 ഇല എടുക്കുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് ഇല എടുത്താലും ക്ലീനിങ് നന്നായിട്ട് നടത്തിയെങ്കിലേ ഒക്കത്തുള്ള ഇലയുടെയൊക്കെ അടിയിൽ പ്രാണികളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രാണികൾക്ക് വിഷമൊക്കെ ഉള്ളത് കാണും. അപ്പോൾ നമ്മൾ ഇല എടുക്കുമ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ പുറം ചെറിയതായിട്ട് നോക്കുക. പ്രാണികളെല്ലാം പ്രാണി ഇരിക്കുന്ന ഇലകൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് ആരോഗ്യമാണ് പ്രധാനം. നമ്മുടെ പറമ്പിലെ പൂക്കൾ കണ്ടില്ലേ. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മൾ പാചകം ചെയ്യുമ്പം പല വിഷാംശങ്ങളും നമ്മുടെ ഉള്ളിൽ ചെല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സമയമെടുത്തായാലും ഇലകളൊക്കെ എടുക്കുമ്പം ക്ലീൻ ചെയ്ത് തന്നെ എടുക്കുക. പൂക്കളാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് ചെയ്യരുത് ഒരു കാര്യം തന്നെ. ഒരു സൈസ് ചെലന്തിയാണ് ഇലകളിലെല്ലാം ഉണ്ടാവുന്നത്. നമ്മുടെ അത് മാറ്റി കളയുക തന്നെ. ചേനയാണ് എന്താ, ആ ചേനയുടെ പൊക്കം കാണിച്ചുതരാം നിങ്ങൾക്ക്. ഒരാൾ പൊക്കമുണ്ട്, ഒരാൾ പൊക്കമല്ല. ഇതാണ് ആനച്ചേനയെന്ന് പറയും. എൻ്റെ തണ്ടൊക്കെ നല്ല വലിപ്പത്തിലാണ് പോയേക്കുന്നത്. ചേനത്തണ്ടിൻ്റെ വലിപ്പം കണ്ടില്ല. ഇങ്ങനെ ഇതിൻ്റെ വലിപ്പം കണ്ടോ, ഒരു ചേനയുടെ തണ്ടിൻ്റെ വലിപ്പമാണ്. ഒരു തണ്ടുണ്ടെങ്കിൽ നമുക്ക് 1 മാസം തോരൻ വെക്കാൻ എടുക്കാം. ഇത്ര വലിപ്പമുണ്ട്, കണ്ടില്ലേ പൊക്കം. ഇത് ചായമൻസയാണ്. നമുക്ക് 2 ഇല അതിൻ്റെയും പിച്ച. അപ്പോൾ നമുക്ക് 10 ഇല എടുക്കാൻ ഒരു പാടുമില്ല. എല്ലാം പറമ്പിൽ തന്നെ ഉണ്ട്. കാണാൻ ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട് പറമ്പിൽ. ഇത് നമുക്ക് തഴുതാമയാണ്. തഴുതാമയ്ക്കൊരു ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. എല്ലാവരും പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നട്ടുപിടിപ്പിക്കുക. ഇത് നല്ലതാണ്. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്കിത് നിത്യം ഉപയോഗിച്ചാൽ നല്ലതാണ്. ഞാനിത് നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് കോവലിൻ്റെ ഇലയാണ് അടുത്തത് പിച്ചാൻ പോകുന്നത്. അതും നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇലയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം 10 ഇലയെന്ന് പറഞ്ഞ് പിച്ചി വന്നപ്പോൾ ഇഷ്ടം പോലെ ഇലയായിട്ടുണ്ട്. 10 ഐറ്റമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പരിചയം. ഇത് തഴുതാമയാണ്, ഇത് പൊന്നാരി വീരൻ, ഇത് പയറില, ഇത് ചീര, സാമ്പാർ ചീര, കോവലിൻ്റെ ഇല, ചെടിച്ചീര, ഇത് മരച്ചീര, ഇത് കൊടിത്തൂവ, ഇത് ചെറുതണമെന്ന് പറയും, കൊടിത്തൂവയെന്ന് പറയും. പിന്നെ ചായമൻസ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഇലയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. 10 ഇലയും കൊണ്ട് അരിഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ആവി കയറുമ്പോൾ ഇതിൽ ചുരുങ്ങുന്നുണ്ട്. അതിന് വേണ്ടുന്ന ചേരുവകളാണ്. ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തു, ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പച്ചമുളകൊക്കെ എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് 1 മുറി തേങ്ങയുണ്ട്. നമ്മൾ തേങ്ങ നല്ലതുപോലെ ചേർക്കുക. ഇനി നമുക്ക് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്.
ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകൾ ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, ഈ പൊടിവകകളെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇല ഇട്ട് കൊടുക്കാം. ഇലയൊന്നും ഒരുപാട് വേവേണ്ട കാര്യമില്ല. അതിൻ്റെ ഗുണം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ അടച്ചു വെക്കുകയും ചെയ്യരുത് ഇലകൾക്ക്. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് തപ്പി കൂട്ടി വെക്കുകയാകാവും. നമ്മൾ ഏതിലയായാലും തോരൻ വെക്കുമ്പോൾ ഇങ്ങനെ തപ്പി കൂട്ടി വെക്കുകയാകാവും, അടച്ചു വെക്കരുത്. അപ്പോൾ നന്നായിട്ട് തോന്ന് കിട്ടും. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം തട്ടി അത് കുഴഞ്ഞു പോകും, തോരൻ തോന്ന് കിട്ടത്തില്ല. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ തോരനൊന്ന് ഇളക്കി നോക്കാം. എല്ലാം തോന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണം, എല്ലാ ഇലയുടെയും കൂടെ സമ്പൂർണ്ണ മണമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പത്തില തോരൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. നമുക്കിതൊന്ന് കണ്ടില്ലേ. കർക്കിടക മാസത്തിൽ ഇലയിലൊക്കെ പോഷകഗുണം കൂടുതലുള്ളതാണ്. എല്ലാവരുടെയും വീട്ടിലുള്ള ഇലക്കറികളെല്ലാം നിത്യം ഉപയോഗിക്കാൻ ശീലിക്കുക. ഹെൽത്താണല്ലോ നമ്മുടെ പ്രധാനം. ഗുഡ് ഹെൽത്ത്.